ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകൾ പ്രധാനമായും ഫേസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നെറ്റ്. നമ്മൾ അധികവും നമുക്ക് ജിയോ അല്ലെങ്കിൽ എയർടെൽ ഏതാണെങ്കിലും നമുക്ക് ഒരു 1.5 GB ആണ് ഡെയിലി നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ. അത് പെട്ടെന്ന് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോവുക. രണ്ടാമത്തെ കാര്യം സ്റ്റോറേജ് ഫുൾ ആവും. എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സോങ്ങോ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്ക് പറയും ഫോൺ സ്റ്റോറേജ് അല്ലെങ്കിൽ മൊബൈൽ സ്റ്റോറേജ് ഫുൾ ആണെന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അറിയാത്ത ചില ഫോൾഡറിനുള്ളിലേക്ക് പലതരം ഫയലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്നത് കൊണ്ടാണ് നമ്മുടെ നെറ്റ് തീർന്നു പോകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആവുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വന്ന് പെട്ടെന്ന് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തു. നമ്മൾ ഹോം പേജിൽ ഞാൻ കൃത്യമായിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണ് നമ്മുടെ ഡാറ്റ നഷ്ടമാവുന്നത് അല്ലെങ്കിൽ നെറ്റ് എങ്ങനെയാണ് തീരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനായി നമ്മൾ ചെയ്യേണ്ടത് വാട്സപ്പിൽ മുകളിൽ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രത്തോളം കാര്യങ്ങൾ നെറ്റ് തീർന്നു പോകുന്നത്, ഡാറ്റ തീർന്നു പോകുന്നത് ഇവിടെയാണ്. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ. ഇവിടെ നമുക്ക് മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. എല്ലാവരും ശ്രദ്ധിക്കാം, മാനേജ് സ്റ്റോറേജ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ഇവിടെ മാനേജ് സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ 0 KB ആണ് കാണിക്കുന്നത്, പക്ഷെ ലോഡായി വരുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ ഇത്രയധികം ഇവിടെ 0 KB ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയധികം കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ഇവിടെ, അതായത് നിങ്ങളുടെ വാട്സപ്പിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലോഡ് ആവുന്നത് കൊണ്ടാണ് നിങ്ങളുടെ നെറ്റ് തീർന്നു പോകുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോറേജ് ഫുൾ ആവുന്നു. കണ്ടോ, ഇവിടെ 6.1 GB ഡാറ്റ ഇവിടെ നിങ്ങൾക്ക് വെറുതെ അനാവശ്യമായിട്ട് ലോഡായി സേവ് ആയി കിടക്കുകയാണ് വാട്സപ്പിൻ്റെ ഉള്ളിൽ. ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്യുക. 6.1 GB. ഇതെങ്ങനെയാണ് 6.1 GB എന്ന് നിങ്ങൾക്ക് അറിയോ? അതായത് ഇവിടെ താഴെ നമ്മൾ പല സൈറ്റുകളിൽ, അതായത് പല ഗ്രൂപ്പുകളിൽ നിന്നും പല ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഡെയിലി കയറാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജിന്റെ സൈസാണ് ഇവിടെ കാണിക്കുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇത് കണ്ടില്ലേ, നിങ്ങൾ ഓരോരോ വാട്സാപ്പ് ഗ്രൂപ്പിലും കയറുന്ന സമയത്തുള്ള നിങ്ങൾ കണ്ട വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ അനാവശ്യമായിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ മീഡിയയിൽ കയറിയിട്ട് ലോഡായി കിടക്കുകയാണ്. ഇതൊക്കെ ഡൗൺലോഡ് ആവാനുള്ള നെറ്റാണ് നിങ്ങളുടെ പെട്ടെന്ന് തീർന്നു പോകുന്നത്. അതേപോലെ തന്നെ സ്റ്റോറേജും പെട്ടെന്ന് തീർന്നു പോകുന്നത്. ഇവിടെ നോക്കൂ, ലാർജർ ദെൻ 5 MB, 5 MB-നേക്കാളും കൂടുതലുള്ള ഫയലുകൾ ഇത്രത്തോളം കിടക്കുന്നുണ്ട്. ഇത് മൊത്തം നിങ്ങളുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നെറ്റ് വളരെയധികം തീർന്നു പോകുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയധികം GB ആണ് നമ്മൾ കണ്ടില്ലേ. 6.1 GB ആണ് നമ്മുടെ അനാവശ്യമായിട്ട് ഡൗൺലോഡ് ആയി കിടക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ കയറി നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത്. അതിനുള്ള നല്ലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആവാതെ നെറ്റ് തീരാതിരിക്കാനുള്ള നല്ലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ മൊബൈൽ ഓപ്പൺ ചെയ്തു, വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ 3 ഡോട്ട്സ്, അതായത് മോർ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോയതുപോലെ തന്നെ സെറ്റിംഗ്സിലേക്ക് ഒന്ന് അഗെയിൻ പോവുക. ആ സെറ്റിംഗ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ തന്നെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ഫയലുകളൊക്കെ നമ്മളതിൽ ലോഡ് ആവുന്നതെന്നുള്ളത്, നെറ്റ് കുറയുന്നതെന്നുള്ള പറയുന്നത്. ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് മീഡിയ ഡൗൺലോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. ഇത് നമുക്ക് വേണ്ട, മീഡിയ ഓട്ടോ ഡൗൺലോഡ് നമുക്ക് വേണ്ട. നമ്മൾ എന്താ ചെയ്യുന്നത്, വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, പിന്നെ കാണിക്കുന്നുണ്ട് വെൻ കണക്റ്റിംഗ് ടു വൈഫൈ, പിന്നെ വെൻ റോമിംഗ്. ഈ 3 കാര്യങ്ങളും നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യം നമ്മൾ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ ഒന്ന് ഓപ്പൺ ചെയ്യാം. വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ ആരും സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണുക, എങ്കിലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. അതിൽ ഡോക്യുമെന്റ്സ് നമ്മൾ ടിക്ക് ഒഴിവാക്കുക, വീഡിയോസ് ടിക്ക് ഒഴിവാക്കുക, ഓഡിയോ ഒഴിവാക്കുക, ഫോട്ടോസ് ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രത്തോളം നെറ്റ് ലാഭിക്കാൻ പറ്റും. അതായത് ഇനി വാട്സപ്പ് വഴി, ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ വെൻ കണക്റ്റഡ് ഓൺ വൈഫൈയിലും ഇതേപോലെ തന്നെ ഡോക്യുമെന്റ്സ്, വീഡിയോ, ഓഡിയോ, ഫോട്ടോസ് ഒക്കെ ഒഴിവാക്കുക. അപ്പൊ ഇത് വഴിയൊന്നും നമുക്ക് ഇനി ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ വാട്സപ്പോ നോക്കുന്ന സമയത്ത് ഒന്നും അനാവശ്യമായിട്ട് നമുക്ക് ഡിലീറ്റ് ആവില്ല. നമ്മൾ മാനുവലി ഡിലീറ്റ് ചെയ്യണം. ഇനി അടുത്ത് നമ്മൾ റോമിങ്ങിലും ഇതുപോലെ തന്നെ ഈ 3 ഓപ്ഷനിലും കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ടിക്ക് ഒഴിവാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഒരിക്കലും ഇതുപോലെ
നിങ്ങളുടെ മാനേജ് ഈ സ്റ്റോറിൽ, അതായത് ഇവിടെ വന്നിട്ട് ഫില്ലായി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ് ലാഭിക്കാൻ പറ്റും. അറ്റ് ദി സെയിം ടൈം നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭിക്കാം? സ്റ്റോറേജും ലാഭിക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അതായത് നമ്മൾ അറിയാത്ത പല ഫോൾഡേഴ്സിനുള്ളിലേക്കും പല കാര്യങ്ങളും ഡൗൺലോഡ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ഇങ്ങനെയുള്ള വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇതിനുള്ളിലേക്ക് ഡൗൺലോഡ് ആവുന്നത് കൊണ്ടാണ് നമ്മുടെ നെറ്റ് തീരുന്നത്, അതുപോലെ നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുൾ ആവുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഫോട്ടോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മാനുവലി എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.